ഹലോ, വെൽക്കം ടു അനൂസ് ലേണിംഗ് സോൺ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റിവൈസ്ഡ് സിലബസ് പ്രകാരമുള്ള തേർഡ് സെമസ്റ്റർ BCom ആൻഡ് BBA കോഴ്സിൻ്റെ കോർ പേപ്പറായിട്ട് വരുന്ന കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടാണ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയിലൂടെ നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോർഷൻസിൻ്റെ നോട്ട്സ് PDF ഫോർമാറ്റിൽ ആവശ്യമായിട്ടുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന മെയിൽ ID കോൺടാക്ട് ചെയ്യുക. ഞാൻ മെയിൽ ത്രൂ നിങ്ങൾക്ക് നോട്ട് അയച്ചു തരുന്നതായിരിക്കും. Let us see what all are the things we are going to discuss in this video. So, after viewing this video, you will be getting a basic idea on the meaning of corporate accounting, company, shares and stock market. So, let us start with the meaning of corporate accounting. So, corporate accounting is a special branch of accounting which deals with accounting for companies, preparation of final accounts, preparation of cash flow statements, analysis and interpretation of companies' financial results, and accounting for specific events like amalgamation, absorption, preparation of consolidated ബാലൻസ് ഷീറ്റ് എക്സെട്ര. സോ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ കംപ്ലീറ്റ് അക്കൗണ്ടിങ് ആക്ടിവിറ്റീസും ഒപ്പം ഫൈനൽ അക്കൗണ്ടിൻ്റെയും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും പ്രിപ്പറേഷൻസ്, ഫിനാൻഷ്യൽ റിസൾട്ടിൻ്റെ പ്രോപ്പറായിട്ടുള്ള അനാലിസിസ്, അതുപോലെ തന്നെ കമ്പനിയുമായി ബന്ധപ്പെട്ട അമാൽഗമേഷൻ പോലുള്ള സ്പെഷ്യൽ ഇവൻസിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റൊക്കെയാണ് നമുക്ക് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിംഗ് ആണ് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. സോ ലെറ്റ് us see what is a company. In simple words, company is a voluntary association of persons which is created by law. ഒരു ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഥവാ നടത്തുന്നതിന് വേണ്ടിയിട്ട് നിയമപ്രകാരം രൂപപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ കമ്പനി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഹാവ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എപ്പാർട്ട് ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. അതായത് ഒരു കമ്പനി എന്ന് പറയുന്നതും അതിൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്നതും രണ്ട് വ്യക്തികൾ എന്ന നിലയ്ക്കാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു കമ്പനിക്ക് അതിൻ്റേതായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കും. ഇങ്ങനെ രൂപപ്പെട്ട കമ്പനിയിലെ ഓരോ വ്യക്തികളും ബിസിനസ് നടത്തുന്നതിനായിട്ട് കുറച്ച് എമൗണ്ട്സ് കോൺട്രിബ്യൂട്ട് ചെയ്യും. ആ എമൗണ്ടിനെയാണ് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കമ്പനി നടത്തുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്ന ടോട്ടൽ ക്യാപിറ്റൽ അത് നടത്താൻ ഉദ്ദേശിക്കുന്ന വ്യക്തികൾ തന്നെ ഷെയർ ചെയ്ത് കമ്പനിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ആ ടോട്ടൽ സം ഓഫ് കോൺട്രിബ്യൂഷനെയാണ് നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോ ലെറ്റ് us see the meaning of shares. നമ്മൾ നേരത്തെ ഷെയർ ക്യാപിറ്റലിനെ പറ്റി പറഞ്ഞു. ഓരോ ഇൻഡിവിജ്വൽസും കമ്പനിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പോർഷൻ ഓഫ് ക്യാപിറ്റലിനെയാണ് നമ്മൾ ഷെയർസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് സിംപ്ലി ഇറ്റ് മീൻസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഇൻ ടു വിച്ച് ദ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി ഈസ് ഡിവൈഡഡ്. അപ്പോൾ ഈ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് കമ്പനി തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കമ്പനിയുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ വാല്യൂ 10 lakh ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ കമ്പനിക്ക് ഇത് ഈ 10 lakhൻ്റെ എമൗണ്ടിനെ പല രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ലൈക്ക് 10,000 ഷെയർസ് ഓഫ് ₹100 ഈച്ച് ഓർ 1 lakh ഷെയർസ് ഓഫ് ₹10 ഈച്ച്, അങ്ങനെയൊക്കെ. അപ്പോൾ കമ്പനി അവരുടെ ഷെയർസ് സ്റ്റോക്ക് മാർക്കറ്റ് വഴിയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പല വ്യക്തികളുണ്ടായിരിക്കും. അപ്പോൾ അവർക്കും ഇഷ്ടമുള്ള നമ്പർ ഓഫ് ഷെയർസ് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ പർച്ചേസ് ചെയ്യും. അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ഷെയർ പർച്ചേസ് ചെയ്താൽ ഇറ്റ് ഈസ് ലൈക്ക് ഈ ഏൺസ് എ പോർഷൻ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഒരു പോർഷൻ ആൾ ഏൺ ചെയ്യുന്നതായിട്ടാണ്, അല്ലെങ്കിൽ കമ്പനിയുടെ ഓണർഷിപ്പിൻ്റെ ഒരു ഭാഗം ആ വ്യക്തിക്ക് ലഭിക്കുന്നതായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ദീസ് പേഴ്സൺസ് ഹു പർച്ചേസ് ദ ഷെയർസ് ഫ്രം ദ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് നോൺ ആസ് ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനി ഓർ ദ ഓണേഴ്സ് ഓഫ് ദ കമ്പനി. But they have no control over the management of the company except those who are selected as board of directors.
അതായത് ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ട് ഇലക്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ അവർക്ക് മാത്രമാണ് കമ്പനിയുടെ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഡീൽ ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആയതുകൊണ്ട് മാത്രം അതിൻ്റെ മാനേജ്മെൻറ്റ് കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് സാധിക്കില്ല. ഓക്കെ, so that is all about shares. Next we are going to discuss about the meaning of stock market. അപ്പോൾ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്മോഡിറ്റിയുടെ ബൈയിങ് ആൻഡ് സെല്ലിങ് നടക്കുന്ന പ്ലേസിനെയാണ് നമ്മൾ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഷെയർസിൻ്റെ ട്രേഡിംഗ് അഥവാ ബൈയിങ് ആൻഡ് സെല്ലിങ് നടക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ പ്ലേസ് വേർ ഷെയർസ് ഓഫ് പബ്ലിക്ലി ലിസ്റ്റഡ് കമ്പനീസ് ആർ ട്രേഡ്. അതായത് പബ്ലിക്ലി ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനീസിൻ്റെ ഷെയർസിൻ്റെ ബൈയിങ് ആൻഡ് സെല്ലിങ് അല്ലെങ്കിൽ ട്രേഡിംഗ് നടത്തുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ട്രേഡിംഗ് ഇൻ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ടേക്ക് പ്ലേസ് ഇൻ ഇറ്റ്സ് ടു എക്സ്ചേഞ്ചസ് ലൈക്ക് NSE ആൻഡ് BSE. NSE ആൻഡ് BSE എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. NSE സ്റ്റാൻഡ്സ് ഫോർ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് BSE സ്റ്റാൻഡ്സ് ഫോർ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് സ്റ്റോക്ക് മാർക്കറ്റ്. അടുത്തതായി നമ്മൾ കാണുന്നത് ദ മീനിങ് ഓഫ് പബ്ലിക് ലിസ്റ്റഡ് കമ്പനി. അപ്പം ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പബ്ലിക് ലിസ്റ്റഡ് കമ്പനി എന്നൊരു ടേം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് പബ്ലിക് ലിസ്റ്റഡ് കമ്പനി എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കമ്പനിയെയാണ് ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ അത് ഷെയർസ് ആവാം, ഡിബഞ്ചേഴ്സ് ആവാം, സ്റ്റോക്ക് ആവാം, ബോണ്ട് ആവാം, അങ്ങനെ എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി ആവാം. അപ്പോൾ ഒരു കമ്പനിയുടെ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ളൊരു കമ്പനിയാണ് നമ്മൾ ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ കമ്പനി ഹൂസ് സെക്യൂരിറ്റീസ് ആർ ട്രേഡഡ് ഓൺ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ക്യാൻ ബി ബോട്ട് ആൻഡ് സോൾഡ് ബൈ എനി വൺ ഈസ് കോൾഡ് പബ്ലിക് ലിസ്റ്റഡ് കമ്പനി. അപ്പോൾ കമ്പനിയുടെ ഷെയർസ് അഥവാ ഓണർഷിപ്പ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ വഴി, അതായത് IPO, ഇൻ ഷോർട്ട് ഇറ്റ് ഈസ് നോൺ ആസ് IPO. അപ്പോൾ ഇനീഷ്യൽ പബ്ലിക് ഓഫർ വഴി സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ജനറൽ പബ്ലിക്കിന് ട്രേഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയോ അല്ലെങ്കിൽ ഓവർ ദ കൗണ്ടർ മാർക്കറ്റിലൂടെയോ ഒരു കമ്പനി അവരുടെ ഓണർഷിപ്പിനെ അല്ലെങ്കിൽ ഷെയർസിനെ ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു കമ്പനിയാണ് നമ്മൾ പബ്ലിക് ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ ഓൾസോ ബി കോൾഡ് ആസ് പബ്ലിക് കമ്പനി, പബ്ലിക്ലി ട്രേഡഡ് കമ്പനി, പബ്ലിക്ലി ഹെൽഡ് കമ്പനി എക്സെട്ര. അങ്ങനെ പല രീതിയിലും നമുക്കതിനെ വിളിക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ ഓവർ ദ കൗണ്ടർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് OTC എന്നുള്ളൊരു ടേം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു എക്സ്പ്ലനേഷൻ നമുക്ക് തരാം. ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, കാരണം നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. പക്ഷേ നമുക്കിത് പലയിടത്തും കേൾക്കുമ്പോൾ പിന്നീട് പരിചയമാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ എലമെൻസും എടുത്തെടുത്ത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഓക്കെ, so OTC means it is a decentralized market in which the participants in the market trade stock, commodities, currencies or other instruments directly between two parties. That is without any central exchange or brokers. അതായത് ഒരു സെൻട്രൽ എക്സ്ചേഞ്ചിൻ്റെയോ അല്ലെങ്കിൽ ബ്രോക്കേഴ്സിൻ്റെയോ ഇടപെടലില്ലാതെ രണ്ട് പാർട്ടീസ് തമ്മിൽ സ്റ്റോക്കിൻ്റെയോ അല്ലെങ്കിൽ കമ്മോഡിറ്റീസിൻ്റെയോ ട്രേഡിംഗ് നടത്തുന്നതിനെയാണ് നമ്മൾ ഓവർ ദ കൗണ്ടർ മാർക്കറ്റ് എന്ന് പറയുന്നത്. അഥവാ ഇൻ ഷോർട്ട് ഇറ്റ് ഈസ് നോൺ ആസ് OTC മാർക്കറ്റ്. ആൻഡ് ഇറ്റ് ഹാസ് നോ ഫിസിക്കൽ ലൊക്കേഷൻ. ദാറ്റ് ഈസ് the trading is done through ഇലക്ട്രോണിക് മീഡിയം. ഇലക്ട്രോണിക് മീഡിയത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഇവിടെ ട്രേഡിങ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ്. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞ കാര്യങ്ങൾ പറയണത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്താണെന്ന് കണ്ടു, കമ്പനിയുടെ മീനിങ് എന്താണെന്ന് കണ്ടു, ഷെയർസിൻ്റെ മീനിങ് കണ്ടു, അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റും പബ്ലിക്ലി ലിസ്റ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ കണ്ടു. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പോലെയാണ്, കാരണം ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സസിൽ നമ്മൾ ഈ പേരുകളൊക്കെ നമുക്ക് കേൾക്കും. അപ്പോൾ നിങ്ങൾക്കൊരു പരിചയം തോന്നാൻ അല്ലെങ്കിൽ
പരിചയക്കേട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻട്രൊഡക്ഷനായിട്ട് ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഞാനപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഇതിൻ്റെ നോട്ട്സ് ആവശ്യമുള്ളവർ മെയിൽ ഐ ഡിയിൽ കൂടെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.